ഇങ്ങനെ ഫോർമാലിറ്റി സംസാരിക്കുന്ന ശാലിനി മാഡത്തിനെ കാണാനല്ല ഞാൻ വന്നത്. പണ്ട് പകലൊരു പൂമഴയില് ആദ്യമായിട്ട് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു പോയ എന്റെ ശാലിനിയെ കാണാനാ. പിന്നീട് അടിപിടി വഴക്കുകളും കൂടി കണ്ടും കാണാതെയും കൊണ്ടും കൊടുത്തു നമ്മൾ പ്രണയിച്ചു കിടന്നൊരു കാലമുണ്ടായിരുന്നു. അന്നത്തെ ശാലിനിയെ വീണ്ടും കാണാൻ കൊതിച്ചിട്ടാ ഞാൻ വന്നത്. എന്താണ് തനിക്ക് വേണ്ടത്? പിന്നെ ഒരു കാലത്ത് വിഷ്ണു വിവാഹം കഴിച്ചൊരു ശാലിനിയുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും വറുതിയിലും കെടുതിയിലും എൻ്റെ കയ്യിൽ നിന്നും പിടിവിടാതെ ഒപ്പം നടന്ന ഭാര്യയായ ശാലിനി. എനിക്ക് അവളോടൊന്നും മനസ്സൊന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ വന്നത്. അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ അകത്തേക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴേ തിരിച്ചു പോവാ ഞാൻ. അകത്തേക്ക് വാ. പണ്ട് ഒളിഞ്ഞു തെളിഞ്ഞ് തന്നെ കാണാൻ ഒരുപാട് തവണ ഇവിടെ വന്ന ഓർമ്മകളാണിപ്പോൾ. രാത്രി ആയതുകൊണ്ടും അടുപ്പണഞ്ഞുകൊണ്ടും ചായ ചോദിക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റുമോ കുടിക്കാൻ? വിഷ്ണുട്ടാ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഒരു പ്രതികരണവുമില്ലല്ലോ മുഖത്ത്. ഒരു വാക്കും മിണ്ടുന്നുമില്ല. ഇതാണ് സ്വയം കത്തി ദീപാരാധന നടത്തിയതിന്റെ പൊള്ളൽപ്പാട്. പൊന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ചില പുരുഷന്മാരുടെ ജന്മോതി അങ്ങനെയാണ്. ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും ഇടയിൽ കിടന്നുള്ള പൊള്ളലേൽക്കൽ. ഇരുവർക്കും അവരുടേതായിട്ടുള്ള ന്യായപ്രമാണങ്ങൾ കാണും. നടുക്ക് നിൽക്കുന്ന പുരുഷന് മെഴുകുതിരി പോലെ സ്വയം ഒരുകാനേ സാധിക്കൂ.
ഇല്ല വിഷ്ണുവേട്ട, ഇനി ഇങ്ങനെ സ്വയം ഒരുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പകല് എന്റെ അമ്മ എന്നോട് ചിലത് പറഞ്ഞു. പരമമായ ചില സത്യങ്ങൾ. സത്യാമ്മയും ശാരദാമ്മയും ഇന്നും എനിക്ക് എന്റെ സ്വന്തം അമ്മമാര് തന്നെയാ. ഒരുപക്ഷെ എന്റെ ചില തെറ്റായ നയങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതം തകിടം മറിച്ചാൻ തോന്നുന്നു. എനിക്കത് ഇനിയെങ്കിലും ഒന്ന് തിരുത്തണം. അത് ഇഷ്ടം വരുമ്പോ തുറന്ന് പറയാൻ ഞാൻ കാത്തിരുന്ന്. ഇന്നത്തെ ശാലിനി തെറ്റ. എനിക്കത് തിരുത്തണം. അപ്പോഴേ പച്ചമാംസം കത്തിയ ഈ ത്യാഗത്തിന് പരിഹാരമാവും. താനിപ്പ കവിളി ചേർത്ത് പിടിച്ച ഈ പാട് ഒരിക്കലും മായരുതെന്ന ഇപ്പൊ എന്റെ ആഗ്രഹം. കാരണം താൻ സ്വയം മാത്രമല്ല, ഇവിടെ തെറ്റ് ചെയ്തതിന്റെ വലിയൊരു പാവഭാരം എന്റെ ചുമലിലുണ്ട്. ചേടാ, ശാരദ എന്താ ഈ കട തുറന്നു മലർത്തിയിട്ടിരിക്കുന്നത്? ലൈറ്റും അണച്ചിട്ടില്ലല്ലോ. ഇവനിതെപ്പോ വന്നു? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വീണ്ടും ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നിങ്ങളെല്ലാരും കരുതുന്ന വലിയൊരു തെറ്റ്. അത് തിരുത്തി പറയാനും ക്ഷമ ചോദിക്കാനും കൂടിയാ ഞാൻ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. തിരുത്തി പറയാനോ എന്ന് പറഞ്ഞ? അതെ, കാർത്തിക എന്ന് പറയുന്ന അല്ല, ഇതാര്? സത്യഭാമയുടെ സൽപുത്രന് എന്താ പാത്തും പതുങ്ങി ഒരു കള്ളനെ പോലെ ചായക്കടയ്ക്കകത്ത്? ഇനിയിപ്പോ അർദ്ധരാത്രി മോനൊരു ചായ കുടിക്കണമെന്ന് തോന്നി കുടുംബശ്രീ ഹോട്ടലിൽ തേടി വന്നതാണെങ്കിൽ ഇവളിടുന്ന ചായയേക്കാൾ മെച്ചം ശാരദ ഇടുന്നതാ. നല്ല കൈപ്പുണ്യമുള്ള ചായ കിട്ടും. ഞാൻ വിളിക്കാം. ശാരദേ. അയ്യോ അച്ഛാ, അത് അച്ഛാ, വിഷ്ണുവേട്ടൻ എന്നോടൊരു നീ കാര്യം വേണ്ടി പോരുത്. എന്ത് കാര്യം പറയാൻ? ഇരുട്ടിന്റെ മറവിൽ വന്നാണോട് ഈ കാര്യങ്ങൾ പറയുന്നത്? 4 ആള് കൂടുമ്പോ ഇവന്റെ നാവന്താന്ന് തൊണ്ടയ്ക്കകത്ത് കുടുങ്ങിപ്പോവും. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഇവന്റെ നാവന്താ റബ്ബറിട്ട് വെച്ചിരിക്കായിരുന്നു. അപ്പ കണ്ടില്ലല്ലോ ഈ കാര്യം പറച്ചിലൊന്നും. അല്ല മോനെ, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹബന്ധം വേർപെടുത്തി ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടില് ഒരു ജാരനെ പോലെ വന്നിട്ട് അവക്കൊരു ദുഷ്പേരുണ്ടാക്കി ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാൻ നിന്റെ അമ്മ പറഞ്ഞു വിട്ടതാണോ നിന്നെ? അല്ല, സത്യഭാമയുടെ അടുത്ത കളി. അച്ഛാ, ഇല്ലാത്തതൊന്നും പറയരുത് അച്ഛാ. ഇല്ലാത്ത അല്ലടി, ഉള്ളത് തന്നെ ഞാനീ പറയുന്നത്.
ഇവനും എൻ്റെ അമ്മയ്ക്കും ഒരു മനസ്സാ. പണ്ട് പലിശയ്ക്ക് കടം കൊടുക്കുമ്പോഴേ പലിശ അടയ്ക്കാത്തവരെ അടിക്കാനും കൊല്ലാനും സത്യഭാമ പറഞ്ഞു വിട്ടത് ഇവനെ ആയിരുന്നു. ഇപ്പൊ ഈ വരവ് നിന്നെ നശിപ്പിക്കാനാ. അങ്ങനെ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ ഇവൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവന് നിന്നോടുള്ള അടുപ്പവും പറച്ചിലും. ഇപ്പോഴീ ആരെ അറിയിക്കാതുള്ള വരവിൻ്റെ കാണലിൻ്റെ ഉദ്ദേശം ചതിയാ മോളെ. നിന്നെപ്പെടുത്താനുള്ള അമ്മയുടെ മോൻ്റെയും കളി. അതിൽ നീ വീണു പോകരുത്. വീണു പോയാ നിനക്ക് പിന്നെ നിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ മോൾ ഒരു നാൾ താലി കെട്ടാൻ നിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് തന്നതുകൊണ്ടാ. പക്ഷേ സ്വന്തം തള്ളയുടെ വാക്കും കേട്ട് ആ താലി അങ്ങ് വലിച്ചു പൊട്ടിച്ച് കളയാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നാണ് വിഷ്ണു. നിന്റെ ആ കൈ ഞാനിങ്ങ് വെട്ടിയെടുക്കും. അച്ഛാ, വിഷ്ണുട്ടാ, 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 വിഷ്ണുട്ടാ. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഇവന്റെ നാവെന്താ റബ്ബറിട്ട് വെച്ചിരിക്കായിരുന്നു. അപ്പ കണ്ടില്ലല്ലോ ഈ കാര്യം പറച്ചിലൊന്നും. നിന്നെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ ഇവന്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവന് നിന്നോടുള്ള അടുപ്പവും പറച്ചിലും. ക്ഷമിച്ചേക്കണ്ട, അറിഞ്ഞുകൊണ്ട് തട്ടിയതാ. ക്ഷമിച്ചേക്ക്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. എന്താണ് അവിടെ കിടന്ന് കറങ്ങുന്നേ? സൈസ് ഇറക്കാൻ വന്നേണാ? പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? എന്താ ചേട്ടാ ഇത്? വെറുതെ മെക്കിട്ട് കയറുവാണോ? കേറിയ നീ എന്തോ ചെയ്യടാ? പറയടാ, ഇവിടെ പറയാൻ.
എന്തുവാടാ ഇവിടെ? ഇടടാ, സാറിനെ കണ്ടാൽ അറിയില്ലടാ സാർ ഒരു മാന്യനാണെന്ന്. പിന്നെന്തിനാ നമ്മൾ നമ്മുടെ സ്വഭാവം അറിയിക്കണത്? സാറ് പറ സാറേ, സാർ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കിടക്കണത്? ഇത് കടപ്പുറമല്ലേ, അല്ല സാറിന് തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. അങ്ങനെ അങ്ങ് പോയാലോ? നിക്ക് മജീദേ, സാറപ്പ ചൊറയാ, നല്ല ഒന്നാം തരം ചൊറ. നമ്മളപ്പം നന്നായിട്ടൊന്ന് ചൊറിഞ്ഞ സാറിന്റെ ഉള്ളങ്ങ് തുറന്ന് കാണിക്കും. നമ്മൾ ചൂരയുടെ ചെകള പൊളിച്ചു നോക്കില്ലേ, ആ ഒരു കലാപരിപാടി ഇവിടെ എടുക്കേണ്ടി വരും. നല്ലൊരു ചെകളപൊളി. അവിടെ നിക്ക്. എവിടെ പോണ്? നിങ്ങളൊക്കെ ആരാ? സാറ് കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ കടപ്പുറം തറവാട് സ്വത്താണോന്ന്? ഞങ്ങളുടെയൊക്കെ സ്വത്താ സാറേ ഈ കടപ്പുറം. ഞങ്ങളെയൊക്കെ പെറ്റിട്ടതേ ഈ കടപ്പുറത്താ. അതുകൊണ്ട് ഇവിടെ ചത്തു വീണാലും ഞങ്ങൾക്ക് സന്തോഷ. നിങ്ങൾക്ക് ആള് തെറ്റിയെന്ന് തോന്നുന്നു. തെറ്റിയത് സാറിനാ സാറേ. ഇല്ലെങ്കിൽ ആ പാവം പിടിച്ച ശാലിനി മാടത്തെ കണ്ണീരിനാക്കാനായിട്ട് നീ നിന്റെ നാട്ടുകളി കളിക്കായിരുന്നോ? നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് മാറിക്ക് പോയി. ഇനി ഇവന്റെ മോന്ത കെട്ടിട്ട് പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. നീ ആരടാ? എടാ ഇത് കടപ്പുറവാ, കുത്തി കൊടലെടുത്ത് കളയും. വീട് മജീദേ, അതൊന്നും വേണ്ടാന്നേ. സാറിന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റാതെ നോക്കാൻ സാറിന് നന്നായിട്ട് അറിയാന്നേ. പറ സാറേ, സാർ എന്തിനാ കാർത്തിക കൊച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞത്? ഏത് എണ്ണം കെട്ടവും പറഞ്ഞിട്ടാ? അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതാ. മജീദേ, നീ വെള്ളം ഇറക്കിക്കേ. ഇവനെ കടലിൽ കൊണ്ടുപോയി കുറച്ച് കാറ്റ് കൊളിച്ചിട്ട് വരാം. ഇവന്റെ ചീഞ്ഞു നാറിയ സ്വഭാവത്തിന് കടൽ ചുരുക്കേക്കുന്നത് നല്ലതാ. കാറ്റ് കൊള്ളാനും കടല് നല്ലതാ. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്നാ പറയൂ. അത് മധുശ്രീ എന്ന് പറയുന്നവള് എനിക്ക് കുറച്ച് കാശ് തന്നു. അത് കഴിഞ്ഞ് കാർത്തിക അറിയില്ലെന്ന് പറയാനും പറഞ്ഞു. കാർത്തികയെ തിരക്കി നടന്ന് കുറച്ച് കാശ് പോയതുകൊണ്ട് കിട്ടിയ കാശ് ഞാനങ്ങ് വാങ്ങി. നീ അവളെ കെട്ടാമെന്നവനല്ലടാ, പിന്നെ നീ അവളെ തിരക്കിടക്കുന്നത്? തിരക്കിടക്ക അവൾക്ക് അച്ഛനമ്മയില്ലേ? പറയടാ. അച്ഛനും അമ്മയുണ്ട്. അവർക്കറിയില്ലേ എവിടെ ഇറങ്ങിപ്പോയത്? അറിയാം, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. അവൾ എവിടെയാണെന്നറിയാതെ വിഷമിച്ചിരിക്കുക അവര്. ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, വിഷം വാങ്ങി തിന്നുകയാ വേണ്ടത്. മജിദേ, ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പരും ആ കൊച്ചിന്റെ അച്ഛന്റെ സ്ഥാപന ജംഗമങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വാങ്ങിച്ചിട്ട് കടലിൽ കൊണ്ട് കളാടാ. മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങള്. അതെ, വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ, കുഴപ്പമില്ല. ഹർഷനെ ഓർമ്മിക്കായിരിക്കും അല്ലേ? അല്ല, നല്ല സന്തോഷത്തിലാണല്ലോ. മൂളിപ്പാട്ടൊക്കെ പാടി വേറെ ഏതോ ലോകത്ത്. അതെ. അല്ല, കുറെ നാളായല്ലോ അയാൾ വരും തന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? എന്താണ് തനിക്കൊരു ഒളിച്ചുകളി? ഏയ്, ഒളിച്ചുകളിയൊന്നുമില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഹർഷന് ഫോണിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാ ഒന്നും അറിയാൻ കഴിയാത്തത്. അതൊരു സാരില്ല, ചിലപ്പോൾ ഇപ്പം കിട്ടിയിരിക്കാൻ. താനൊന്ന് വിളി, ഞാനൊന്ന് കാണട്ടെ. അല്ല, അതിപ്പോ എന്തേ, ഫോണിൽ ബാലൻസ് ഇല്ലേ? അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിന്ന് വിളി,
എനിക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്. അല്ല വേണ്ട വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. ആ എന്നാ നടക്കട്ടെ. എനിക്കും അയാളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. എന്തുറ്റി? ഫോൺ സ്വിച്ച് ഓഫാ. അവൻ്റെ സാരമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ശ്രമിച്ചു നോക്കാം. ആ പിന്നെ ഈ ഹർഷന്റെ ഫോട്ടോ കാണില്ലേ ഇതിൻ്റെ കയ്യിൽ? അതൊന്ന് കാണാൻ പറ്റുമോ? അല്ല, ആളെങ്ങനെയുണ്ടെന്നൊന്നും അറിയാമല്ലോ. അത് എന്റെ കയ്യിൽ ഫോട്ടോസ് ഒന്നുമില്ല. ഞങ്ങളങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. അത് ശരി, കഷ്ടമായ എന്തായാലും. സാരമില്ല, ഫോണിൽ കിട്ടുമ്പോൾ ഞാൻ തന്നെ ഹർഷനോട് നേരിട്ട് പറഞ്ഞോളാം. 1-2 ഫോട്ടോസ് എനിക്ക് അയക്കാൻ. അപ്പൊ മൂളിപ്പാട്ടും സന്തോഷമൊക്കെ നടക്കട്ടെ. ഇരുന്ന് മൂളിക്കോ.